എന്താണ് ഇത്ര വലിയ വിഷമം? ഒന്നുമില്ല. വീട്ടിലെ കാര്യങ്ങൾ ഓർത്തിട്ടാണോ? നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടമാണല്ലേ? നമ്മൾക്കും അങ്ങനെ തന്നെയാണ്. ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മൾക്കും വിഷമം തോന്നും. അതുകൊണ്ടാണ് ഈ സ്ഥലം ഇഷ്ടമായത്. ഈ സ്ഥലം നമ്മളാണ് ആദ്യം കണ്ടുപിടിച്ചത്. നിങ്ങളിരിക്കുന്ന കല്ലിലാണ് നമ്മൾ എപ്പോഴും ഇരിക്കാറ്. ഇപ്പോഴും ഇവിടെ തന്നെ ഇരിക്കാലോ. നമ്മളുടെ അമ്മ മരിച്ചപ്പോൾ വാക്ക് കൊടുത്തതാണ്. അമ്മൻ തറയിൽ പോയി മഞ്ഞൾ തൊട്ട് സത്യം ചെയ്തതാണ്. പിഴ പറ്റില്ല. നിങ്ങൾക്ക് വേണ്ടത് പാടില്ല എന്ന് നമ്മൾ പറയില്ല. പക്ഷെ പിഴ പറ്റരുത്. അത് നമ്മൾ സഹിക്കില്ല. ഇനിയെല്ലാം ഇഷ്ടം പോലെ. എന്താണ് നിങ്ങളൊന്നും മിണ്ടാത്തത്? ഇങ്ങനെ എടുത്തിയാടി പോണമെന്നൊക്കെ പറഞ്ഞാ ഒരു മാസത്തോളം അസുഖമായിട്ട് അങ്ങ് പോയി. അല്ല പോട്ടെ, അതിനിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അന്ന് ഞാൻ പകരം വേറെ ആളെ വെച്ചില്ലല്ലോ. ഉള്ളവരെയൊക്കെ വെച്ച് മാനേജ് ചെയ്യുകയല്ലേ ചെയ്തേ. ഇതിപ്പം വേറൊരാൾ വരാനുള്ള സാവകാശം പോലും ഇല്ല. അതാ പ്രശ്നം. അല്ല പിന്നെ ഒരു കാര്യം ചെയ്യും, താനൊരു 2 ആഴ്ചയോടെ നിൽക്കുക. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഇപ്പോൾ പോയിക്കാം.
രാജാ, ഇതെപ്പോൾ വന്നു? വീണ്ടും ഇവിടെയായോ ജോലി? ഇല്ല, അഗസ്റ്റിൻ സാർ മരിച്ചറിഞ്ഞിട്ട് വന്നത്. അങ്ങനെയാണെങ്കിലും എനിക്കൊന്ന് കാണാൻ കിട്ടിയല്ലോ. കുറച്ച് തടിച്ചു. പ്രായമാകുമ്പോ അങ്ങനെ. നമ്മൾ തടിച്ചില്ലല്ലോ. രാജമ്മയ്ക്ക് പ്രായമായില്ലോ. ഭാര്യയെ കൊണ്ടുവന്നില്ല? അതൊക്കെ എങ്ങനെ അറിഞ്ഞു? നമ്മൾ എല്ലാം അറിയും. മകൾ വിജയലക്ഷ്മി അല്ലേ? സ്കൂളിൽ ചേർത്തോ? അവൾ 1ാം ക്ലാസ്സില്. പണം സൂക്ഷിച്ചു വെക്കണം. അവളെ നല്ലൊരാൾക്കൊപ്പം അയക്കാനുള്ളത്. അങ്ങനെ വലിയ പണമൊന്നുമില്ല രാജമ്മ. അതാണ് സൂക്ഷിച്ചു വെക്കണമെന്ന് പറഞ്ഞത്. നമ്മളെല്ലാം സൂക്ഷിച്ചു വെക്കാറുണ്ട്. ഒക്കെ ബാങ്കിൽ. ഇപ്പോൾ ഇവിടെ ബാങ്ക് വന്നിട്ടുണ്ട്. കയ്യിലിരുന്നാൽ കടം ചോദിക്കും. ബാങ്കിലിട്ടാൽ പലിശ കിട്ടും. ഇതിപ്പോൾ വലിയ നാടായി. സ്കൂളായി, പോലീസ് ഓഫീസായി, ടൂറിസ്റ്റ് ഓഫീസ് കൂടെ വന്നിട്ടുണ്ട്. നമ്മളവിടെ പാൽ കൊടുക്കാറുണ്ട്. വരൂ. എന്നിട്ടും രാജമ്മയ്ക്ക് കല്യാണമായില്ലല്ലോ. അങ്ങനെ ആര് പറഞ്ഞു? വന്നവരോടെല്ലാം നമ്മൾ വേണ്ട എന്ന് പറഞ്ഞു. അതെന്താ? അവരെല്ലാവരും നമ്മളെ പണത്തിനാണ് വന്നത്. നമ്മൾ വേണ്ട എന്ന് പറഞ്ഞു. നമ്മുടെ പണത്തിന് അവകാശി വേറെയുണ്ട്. ആര്? അതാരാ? PK വിജയലക്ഷ്മി, നിങ്ങളുടെ മകൾ. ആര്? രാജ്യം എന്തൊക്കെയാ അത് പറയുന്നത്? നമ്മുടെ കാര്യം. നമ്മൾ അങ്ങനെയാണ് ബാങ്കിൽ പേര് കൊടുത്തത്. അവളാണ് നമ്മുടെ അവകാശി. അത് കണ്ടോ? നമ്മളെ മറന്നു അല്ലേ? ഇല്ല രാജി, അങ്ങനെയല്ല. പക്ഷെ നീയല്ലേ മഞ്ഞപ്രസാദം തൊട്ട് സത്യം ചെയ്തു പിഴ പറ്റില്ലെന്ന്? അതാണോ ഇത്രയും കാലം വരാത്തത്? നിങ്ങൾ വരുമെന്ന് നമ്മൾ എന്നും വിചാരിക്കും. എന്നും. പിന്നെ ആ വിചാരം നിർത്തി. രാജി, പിഴ പറ്റില്ല എന്ന് ഒരു ഉറപ്പ് നിങ്ങൾ തരുമെന്ന് നമ്മൾ കരുതി. നമ്മൾ മനുഷ്യരല്ലേ?